ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. സാധാ ചിക്കൻ ഫ്രൈ അല്ല, ഇതൊരു ആന്ധ്ര സ്റ്റൈലാണ്, തെലുങ്കാനയുടെ സ്റ്റൈലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് അധികം എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ ആകെ ഇതിനകത്തൊരു 3 ടേബിൾ സ്പൂൺ ഓയിലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഇതിനൊക്കെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1 കിലോ ചിക്കൻ ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം സ്ക്യൂസ് ചെയ്ത് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസാണ് ഇടേണ്ടത്. അതിനകത്തൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഉപ്പും, പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. ഇത്രയും ഇട്ടിട്ട് നമ്മൾ ഈ ചിക്കനകത്ത് ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് ഇതൊരു 3/4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1/2 മുതൽ 3/4 മണിക്കൂർ വരെ വയ്ക്കാം. 1 മണിക്കൂറായാലും കുഴപ്പമില്ല, നന്നായിട്ട് പിടിച്ചിരിക്കും. ഇത് നന്നായി തിരുമ്മി യോജിപ്പിച്ച് ഒരു 3/4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്കിത് ഒരു 3/4 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ പട്ട ഗ്രാമ്പൂ ഒക്കെ ഇല്ലേ, അതൊക്കെയാണ്. ഇതിന് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ സാദാ ജീരകം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ പെരുംജീരകം, പിന്നെ ഒരു 4 ഗ്രാമ്പും, പിന്നെ ഒരു 8 ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി ഉണ്ടല്ലോ, നമ്മുടെ ഡ്രൈ ചില്ലി 8 എണ്ണം. ഇതൊരു മീഡിയം സൈസാണ് ഞാൻ 8 എണ്ണം എടുത്തേക്കുന്നത്. വലിയ സൈസാണെങ്കിൽ നമുക്കൊരു 5-6 അതിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 10 എടുക്കാം. ഇവിടെ ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടല്ലോ. കുരുമുളക്, നമ്മുടെ മല്ലി, സാദാ ജീരകം, പട്ട, ഗ്രാമ്പു, പെരുംജീരകം, കുരുമുളക്, ഡ്രൈ ചില്ലി, ഇത്രയും കൂടെ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട്, അധികം തീയൊന്നും ഇടണ്ട, ചെറിയ തീയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കണം. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാൽ മതി, ചൂടായാൽ മതി, അധികം മൂക്കാൻ പോകണ്ട. ഒരു 40 സെക്കൻഡ്, 30 സെക്കൻഡ്, 40 സെക്കൻഡ്, അതിൽ കൂടുതൽ വേണ്ട. ചെറിയ തീയിലിട്ട്, വലിയ തീയിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. ചെറിയ തീയിലിട്ടൊന്ന് ചൂടാവുന്നിടം വരെ നമ്മളിതൊന്ന് വരട്ടി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. എന്നിട്ടത് ആറി കഴിയുമ്പം നമ്മുടെ ഇടികല്ലിലോ മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാറിലോ ഇട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ഇടികല്ലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, കാരണം നമ്മളിത് ഒരുപാട് ഫൈനായിട്ട് പൊടിയരുത്, തരിയായിട്ട് എടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് ഇത്രയും എണ്ണയെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 3 മീഡിയം സൈസിലെ സവാള ഞാൻ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സവാള ഞാൻ തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അത് ചോപ്പറുള്ളവർക്ക് ചോപ്പറിൽ അരിഞ്ഞെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക, പെട്ടെന്ന് വഴണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴലാൻ വെക്കാം. അതിനോട് കൂടെ നമ്മളൊരു 4 ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വഴണ്ടി നല്ല ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ ഫ്രിഡ്ജ് വെച്ചിട്ട് വെക്കുന്നതാണ്. നമ്മൾ 3/4 മണിക്കൂറൊക്കെ മീറ്റ് പുറത്തിരിക്കുന്നതിന് നല്ല ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനും ഫ്രിഡ്ജിലായിരുന്നു വെച്ചത്. അപ്പം നമ്മൾ ഇത് ആ ഉള്ളിയിൽ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഉള്ളിയൊക്കെ ഇതിനകത്തോട്ടൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്കിതൊരു ലിഡ് വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇതിനകത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതാണ് നമ്മളിത് വേവിക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യല്ലേ, അപ്പോൾ നമുക്കിതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് അടച്ച് വെക്കുമ്പോൾ തന്നെ ചിക്കനകത്ത് നിന്ന് അതിൻ്റെ ജ്യൂസ് ഇറങ്ങി നന്നായിട്ടത് വെന്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ ഇടയ്ക്ക് ഇതെന്ത് അടുപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിലാണ് പിടിക്കുമോ
നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിടിക്കാൻ ചാൻസ് കുറേ എങ്കിൽ പോലും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി കണ്ടോ, ചിക്കൻ്റെ ജ്യൂസ് ഇറങ്ങി വരുന്നുണ്ട്. ഈ ജ്യൂസിൽ കിടന്ന് വെന്താൽ മതി നമ്മുടെ ചിക്കൻ. നന്നായിട്ട് വേവും കേട്ടോ. ചിക്കനൊക്കെ ഒരുപാട് വേവൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ മറ്റുള്ള മീറ്റിനെ പോലെ ചിക്കൻ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഈ ബ്രോയിലർ ചിക്കനൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പം ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും നമ്മൾ അടച്ച് വയ്ക്കുക. 10 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റിയായിരുന്നു, കാരണം എൻ്റെ പാത്രം മറ്റേതിൽ ആ പാനകത്ത് ഇളക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നത് കാരണം ഞാൻ വേറൊരു പാത്രം മാറ്റി വെച്ചു. ഇതാകുമ്പോൾ സൗകര്യമായിട്ട് നമുക്ക് ഇളക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി, അതിൻ്റെ ജ്യൂസെല്ലാം വറ്റി, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ചതച്ച് വെച്ചിരുന്നത്, അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. ആ പൊടിയെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മല്ലിയിലയും ഈ ഡ്രൈ പൊടിച്ച് വെച്ചിരുന്ന അതും എല്ലാം കൂടെ ചിക്കനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ മസാല എല്ലാം ഇതിലേക്ക് പിടിക്കണം ചിക്കനകത്ത്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതെല്ലാം അടച്ച് വെച്ചിട്ട് വീണ്ടും ഇതെല്ലാം ഇളക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും സിമ്മിൽ, ഒരു കാരണവശാലും ഈ സമയത്ത് തീ കൂട്ടാൻ പാടില്ല, സിമ്മിൽ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കി ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ വീണ്ടും സിമ്മിൽ വേവിച്ചു. ഇപ്പം നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം വെന്ത് നല്ല ഡ്രൈ ആയി, മസാലകളെല്ലാം പിടിച്ച് ഒരു അടാർ മണമാണ് കേട്ടോ. നല്ല മണം. ആ സ്പൈസസിനൊരു പ്രത്യേക മണം കേട്ടോ. നമ്മൾ ആ ജീരയും ഇതെല്ലാം കൂടെ മല്ലിയും എല്ലാം കൂടെ അരച്ചിട്ടുണ്ടല്ലോ, നല്ലൊരു മണമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. നിങ്ങളൊരു ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ സെർവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഞാനൊരു ഹോട്ടലിൽ പോയപ്പം നാനിൻ്റെ കൂടെ കഴിച്ചതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഷെഫിനോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു തന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഇത് ചെയ്തത്. ഹോട്ടലിലെ ഷെഫുമാരൊന്നും എല്ലാം പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഇതിനകത്ത് അറിയാവുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ഇത് ആന്ധ്രാക്കാരുടെ, തെലുങ്കാനയുടെ ഫ്രൈ ആണ്, ഒരു പ്രത്യേക ഡിഷാണിത് കേട്ടോ. ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കി, മസ്റ്റായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ എപ്പോഴും ചിക്കൻ കറി കൊടുക്കുമ്പോൾ പരാതിയാണ്, ഒരേ ടേസ്റ്റാണെന്ന്. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, വെറൈറ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എസ്പെഷ്യലി എൻ്റെ ഒരു മകനുണ്ട്, അവന് എപ്പോൾ കൊടുത്താലും അമ്മയുടെയും ഗ്രാൻഡ്മയുടെയും ചിറ്റയുടെയും എല്ലാം ചിക്കൻ കറിക്ക് സെയിം ടേസ്റ്റാണെന്ന് പറയുമ്പോൾ ചിറ്റയൊക്കെ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുള്ളിക്കാരി ഇനി അവൻ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. അപ്പോൾ നല്ല അഭിപ്രായം കേൾക്കാം. ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീണ്ടും കാണും വരെ, നമുക്ക് അടുത്ത ഡിഷിൽ കാണും വരെ ബൈ. താങ്ക് യു.